മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 22ാമത്തെ ചാപ്റ്ററാണ് ജീവപ്രക്രിയകൾ. പോഷണം, സംവഹനം, ശ്വസനം, വിസർജനം. ജീവപ്രക്രിയകൾ, പോഷണം, സംവഹനം, ശ്വസനം, വിസർജനം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ 4 പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു ജീവിയുടെ കാര്യത്തിൽ ഈ പോഷണം, അതുപോലെ സംവഹനം, ശ്വസനം, വിസർജനം ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, പോഷണം തന്നെ എടുക്കാം. പോഷണം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതാണോ പോഷണം? അല്ലെങ്കിൽ അത് മാത്രമാണോ പോഷണം? അല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളെ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുകയും അത് എന്ത് ചെയ്യണം, വിവിധ തരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആഗിരണം ചെയ്ത പോഷകങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് എന്ത്, പോഷണം എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണത്തിലൂടെ നമുക്ക് വേണ്ട പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നു. ആ ശരീരം എന്ത് ചെയ്യാണ്, ആ പോഷകങ്ങൾ ഉപയോഗിച്ചിട്ട് ശരീരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത്രയും കൂടി ചേർന്നാണ് എന്ത്, ഈ പോഷണം എന്ന് പറയുന്നത്. ഈ പോഷണം നമ്മൾ എന്തിനാണ് അപ്പോൾ ആഹാരം കഴിക്കുന്നത്? നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാണ്? വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു എന്നല്ല, എന്താണ്, ആഹാരത്തിലൂടെയാണ് നമുക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നത്. ആ പോഷകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക്, അതായത് നമ്മൾ ശ്വസിക്കാനും പലതരത്തിലുള്ള റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള ഊർജ്ജമായിട്ടും ഒക്കെ എന്താണ്, നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണത്തിൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു, അത് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നു. ഇതാണ് എന്ത്, പോഷണം എന്ന് പറയുന്നത്. പോഷണത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്വപോഷണം അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഒന്നെന്താണ്, സ്വപോഷണം, സ്വന്തമായിട്ട് തന്നെ എന്താണ്, പോഷിപ്പിക്കാം. രണ്ടാമത്തത് എന്താണ്, പരപോഷണം അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കാം. അപ്പോൾ പോഷണത്തെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്, സ്വപോഷണം അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. രണ്ടാമത്തെ എന്താണ്, പരപോഷണം അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇനി സ്വപോഷണം എന്ന് പറയുമ്പോൾ എന്താണ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കാം. സ്വന്തമായി ആഹാരം നിർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് ചായ ഇടുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നു. അതല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ്, പ്രകാശ സംശ്ലേഷണത്തിൽ കൂടെ സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചിട്ട് ജലം ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, ഭക്ഷണം ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ ആർക്ക് മാത്രമാണ് പറ്റുന്നത്? ഹരിത സസ്യങ്ങൾക്ക് മാത്രമാണ് പറ്റുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? അവരിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനായിട്ട് പറ്റുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, സ്വപോഷികൾ എന്ന് പറയുക. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന് പറയാം. ഇത് ആര് മാത്രമാണുള്ളത്? ഹരിത സസ്യങ്ങൾ മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് നിർമ്മിക്കാൻ പറ്റുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ള ചില ബാക്ടീരിയകളും എന്ത് ചെയ്യാറുണ്ട്, സ്വപോഷികളാണ്. അവരും എന്താണ്, സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കാറുണ്ട്. അത് നിർമ്മിക്കാനുള്ള കാരണം എന്താണ്, അവരുടെ ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട്. ഇനി രണ്ടാമത്തെ തരം പോഷണം എന്താണ്, പരപോഷണം. പരപോഷണം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കുക. ഈ മറ്റൊരാൾ എന്ന് പറയുന്നത് ആരാണ്? പ്രാഥമികമായിട്ട് നമ്മുടെ സ്വപോഷികളാണ്, ഓട്ടോട്രോപ്സ് ആണ്. അവരെയാണ് നമ്മൾ പ്രാഥമികമായിട്ടും ആശ്രയിക്കുന്നത്. നമ്മൾ ഫുഡ് ചെയിനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് എന്തുണ്ടാവും, ഒരു ഓട്ടോട്രോഫ് ഉണ്ടാവും, പിന്നെ അതിനെ കഴിക്കുന്ന ഹെറ്ററോട്രോഫ്, അങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ പ്രാഥമികമായിട്ടും എന്താണ്, പരപോഷണത്തിന് വേണ്ടിയിട്ട് സ്വപോഷികളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇനി പരപോഷണം തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഹോളോസോയിക് പോഷണം അല്ലെങ്കിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ.
ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മനുഷ്യന്മാർ ബാക്കിയുള്ള ചില ജീവജാലങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഭക്ഷണം നമ്മൾ അകത്തേക്ക് കഴിക്കുന്നു, അതിലുള്ള പോഷകങ്ങളെ ശരീരം സ്വീകരിച്ച് വിവിധങ്ങളായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മൾ ചവച്ചരച്ച് പല ഓർഗൻസിൽ കൂടെയൊക്കെ പോയിട്ട് നമ്മൾ ആ ശരീരം ആ പോഷകങ്ങളെ ഉപയോഗിക്കുന്നു. ഇതിനെയാണെന്ന് പറയുക ഹോളോസോയിക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹോളോസോയിക് പോഷണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പരപോഷണത്തിൽ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പരാത പോഷണം അല്ലെങ്കിൽ എന്താണ്, പാരാസൈറ്റിക് ന്യൂട്രീഷൻ. പരാത പോഷണം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ എന്താണ് പരപോഷികൾ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിനായിട്ട് മറ്റൊരാളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളെ എന്ന് പറയുന്നത് എന്താണ്, പ്രാഥമികമായിട്ട് നമ്മുടെ സ്വപോഷികളെയാണ്. ഇവിടെ അങ്ങനെയല്ല, എന്താണ് പൂർണ്ണമായിട്ടും ഭക്ഷണത്തെ, അതായത് വേറൊരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ജീവിച്ചിട്ട് ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ച് ജീവിക്കുക, അതാണ് പരാതങ്ങൾ. ഇപ്പോൾ നമ്മുടെ തലയിലേക്കുള്ള പാന് എന്താ ചെയ്യണേ, നമ്മുടെ ബോഡിയുടെ പുറത്ത് ജീവിച്ചിട്ട് നമ്മുടെ ബ്ലഡാണ് അത് കുടിക്കുന്നത്. ഇനി വയറിനകത്തൊക്കെയുള്ള ചിലതരം വിരകൾ, ഇതൊക്കെ എന്താ ചെയ്യണത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരംശം അവരും കൂടെ കഴിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായിട്ടും എന്താണ് മറ്റൊരു ഓർഗാനിസത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എന്ത്, പരാതങ്ങൾ. അങ്ങനെയുള്ള പോഷണമാണ് പരാത പോഷണം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്, ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും ജീവിക്കാം. ഇങ്ങനെയുള്ള പരാതങ്ങൾ എവിടെയുണ്ട്, പ്ലാന്റ്സിൻ്റെ കേസിലുണ്ട് അല്ലേ. നമ്മൾ ഇത്തിൽക്കണ്ണി, അതേപോലെ തന്നെ വാൻഡ ഒക്കെ കണ്ടിട്ടുണ്ട്, മരവാഴയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സസ്യങ്ങളുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പൂർണ്ണമായിട്ടും എന്താണ് മറ്റൊരു സസ്യത്തെ ആശ്രയിക്കാം, അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് എടുത്ത് അവർ ഉപയോഗിക്കാം. അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്, അതാണ് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് പാർഷ്യൽ പാരസൈറ്റ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നിർമ്മിക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മരവാഴ എന്ത് ചെയ്യും, അവർ മാവിൽ കയറി ഇരുന്നിട്ട് മാവിൽ നിന്ന് ജലവും ഭക്ഷണം നിർമ്മിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഇവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്താ കാരണം, മരവാഴയ്ക്ക് എന്താണ് ഗ്രീൻ കളറാണ്, അവർക്ക് ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യണത്, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഉണ്ട്, അതാണ് പാർഷ്യൽ പാരസൈറ്റ്. ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക കസ്കൂട്ട എന്ന് പറയുന്ന ഒരു വിഭാഗം, മഞ്ഞവള്ളി ചെടികളുടെ മേലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കാണാം. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്താണ് ആ സസ്യങ്ങളിൽ നിന്ന് ഭക്ഷണം തന്നെയാണത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരാത പോഷണം പ്ലാന്റ്സിലും അതുപോലെ ആനിമൽസിലും കാണാം. ഇനി വേറെ ഒരെണ്ണമാണ് എന്ത്, മൃതഭോജികളുടെ പോഷണം. അതായത് എന്താണ്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സിൽ, അതായത് ഇങ്ങനെ അഴുകിയ ചീഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളിൽ വളർന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക, ആഹാരം സ്വീകരിക്കുന്നവർ, നമ്മുടെ കൂണുകൾ, ചില ബാക്ടീരിയകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സിലാണ് അവർ ജീവിക്കുന്നത്, ജീർണിച്ച വസ്തുക്കളാണ് അവർ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പോഷണത്തിനാണ് എന്ന് പറയുക മൃതഭോജികളുടെ പോഷണം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പോഷണത്തെ ക്ലാസിഫൈ ചെയ്യാനുള്ളത്. പോഷണം മെയിൻലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, സ്വപോഷണം, പരപോഷണം. പരപോഷണത്തെ പിന്നെയും തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, ഹോളോസോയിക് ന്യൂട്രീഷൻ, അതേപോലെ തന്നെ പരാത പോഷണം, പിന്നെ മൃതഭോജികളുടെ പോഷണം. നമുക്ക് നോക്കാനുള്ളത് പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ചാണ്. പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നമ്മൾ മുന്നിലുള്ള ക്ലാസ്സുകളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ അവരുടെ ക്ലോറോഫില്ല് വെച്ചിട്ട്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ അവരുടെ ഇലകളിലുള്ള ക്ലോറോഫില്ല് വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് ഓക്സിജനും ഗ്ലൂക്കോസും, ഈ ഗ്ലൂക്കോസാണ് നമ്മൾ പറയുന്ന ആഹാരം എന്ന് പറയുന്നത്, ഗ്ലൂക്കോസും നിർമ്മിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഗ്ലൂക്കോസിനെ പല രൂപത്തിൽ എന്ത് ചെയ്യാണ് സസ്യങ്ങൾ അവരുടെ വിവിധ ഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ സംഭരിച്ചു വെക്കുന്നു. ഇതാണ് എന്ത്, പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ. ഇതാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങളിലെ ഇലകളിലുള്ള ക്ലോറോഫില്ലിൽ വെച്ചിട്ട്
ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ട് ആഹാരം നിർമ്മിക്കുക. ആഹാരം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് നിർമ്മിക്കുക. അതോടൊപ്പം ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? അവർ പുറത്തേക്ക് വിടുന്നു. ഈ പ്രക്രിയയാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നെന്താണ്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള പിഗ്മെൻ്റ് ആണ്. പച്ച നിറത്തിലുള്ള പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. ഈ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ക്ലോറോഫില്ലിനുണ്ട്. ഇനി പ്രകാശം വേണം അല്ലേ? പ്രകാശം ഉണ്ടെങ്കിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കാനുള്ള ഊർജം ഉണ്ടാവുകയുള്ളൂ. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുക? അന്തരീക്ഷത്തിൽ നിന്ന് ഇലകൾ വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും പല രീതിയിൽ സസ്യങ്ങളിൽ എത്തപ്പെടുന്ന വേരൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന ജലകണികകളും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും മറ്റൊരു ഘടകമാണ്. ഇനി അങ്ങനെ ഉണ്ടാവുമ്പോൾ ആഹാരം നിർമ്മിച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ത്? ഓക്സിജൻ. അതുകൊണ്ട് ആ ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്തിനാണ് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ ആക്കിയിട്ട് പുറത്തേക്ക് വിടും. പക്ഷേ സസ്യങ്ങൾക്ക് ശ്വസിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? ഓക്സിജൻ തന്നെ വേണം. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടമാണ് പ്രകാശഘട്ടം, രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ഇനി പ്രകാശഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? പ്രകാശം ഉള്ള ഘട്ടം, അതായത് പ്രകാശം ആവശ്യമുള്ള ഘട്ടം. ഇരുണ്ട ഘട്ടം എന്ന് പറഞ്ഞാലോ പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടം. അതായത് പ്രകാശഘട്ടം പകലും ഇരുണ്ട ഘട്ടം രാത്രിയിലുമാണ് നടക്കുന്നത്. പകൽ കൊണ്ട് മാത്രം എന്താ അവസാനിക്കുന്നില്ല? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അവസാനിക്കുന്നില്ല. അതെപ്പോഴും നടക്കുന്നുണ്ട്, രാത്രിയിലും നടക്കുന്നുണ്ട്. പ്രകാശഘട്ടം പ്രകാശം ആവശ്യമുള്ള ഘട്ടം, ഇരുണ്ട ഘട്ടം പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടം. ഇനി പ്രകാശഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്രകാശഘട്ടത്തിൽ എന്ത് ചെയ്യും? ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണകം, ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകം എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യും. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് രാസോർജമാക്കി മാറ്റും. രാസോർജം അല്ലെങ്കിൽ കെമിക്കൽ എനർജി ആക്കി മാറ്റും. രാസോർജമാക്കി മാറ്റിയിട്ട് ATP തന്മാത്രകളായി, ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എനർജി കറൻസി എന്നാണ് പറയാം. പകൽ സമയത്ത് മാത്രമാണ് സൂര്യപ്രകാശം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? സൂര്യപ്രകാശത്തിന് എടുത്തിട്ട് നമ്മൾ സംഭരിച്ച് വെക്കില്ലേ? നമ്മളെന്താണ് നമ്മൾ പൈപ്പിൽ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് പിടിച്ച് എല്ലാത്തിലും നിറച്ച് വെക്കും. കാരണം വെള്ളമില്ലാത്ത സമയത്ത് ആ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പ്രകാശമുള്ള സമയത്ത് എന്ത് ചെയ്യും? പ്രകാശത്തിനെ എടുത്തിട്ട് സംഭരിച്ച് വെക്കും. ആ സംഭരിച്ച് വെക്കുന്ന രീതി അല്ലെങ്കിൽ സംഭരിച്ച് വെക്കുന്നത് എങ്ങനെയാണ്? ATP തന്മാത്രകളായിട്ടാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന തന്മാത്രകളായിട്ടാണ്. അവരെയാണ് എനർജി കറൻസി എന്ന് പറയുക. എനർജി കറൻസി എന്ന് പറയുന്നത്. ഇനി ഇതാരാ ചെയ്യുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിച്ചെടുത്തിട്ടുള്ള നമ്മുടെ സസ്യങ്ങൾ വലിച്ചെടുത്തിട്ടുള്ള ജലം എന്ന് പറയുമ്പോൾ H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. ആ ജലം ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേർപിരിയുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയിക്കഴിഞ്ഞാൽ ഹൈഡ്രജനെ ഇരുണ്ട ഘട്ടത്തിലേക്ക് അവർ കൊടുക്കും, ഓക്സിജനെ പുറത്തേക്കും വിടും. ഹൈഡ്രജനെ ഇരുണ്ട ഘട്ടത്തേക്ക് വിടും, ഓക്സിജനെ പുറത്തേക്ക് വിടും. ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ട ഘട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം എവിടെ നിന്ന് കിട്ടും? പ്രകാശമില്ല. അതിനുള്ള ഊർജ്ജമാണ് അവിടെ ATP ആയിട്ട് സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ATP എടുത്തിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുക. ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശഘട്ടത്തിൽ നിന്ന് ജലം വിഘടിച്ചിട്ട് വന്ന ഹൈഡ്രജനും ഇവർ വലിച്ചെടുത്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഇതാണ് ഇരുണ്ട ഘട്ടം.
ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇത് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ആഹാരം നിർമ്മിക്കപ്പെടുന്നു, അതോടൊപ്പം ഓക്സിജനെ സ്വതന്ത്രമാക്കുന്നു. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. എല്ലാ ജീവജാലങ്ങളുടെയും ആഹാരത്തിൻ്റെ ഉറവിടം പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയാണ്. എല്ലാ ജീവജാലങ്ങളിലും ശ്വസനത്തിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നില്ല? അന്തരീക്ഷത്തിലേക്ക് പോകണില്ല. അതെന്തായിട്ടാണ് പോണത്? ഓക്സിജനായിട്ട് മാറിയിട്ടാണ് പോണത്. പ്രകാശ സംശ്ലേഷണ ഫലമായി പുറന്തള്ളുന്ന ഓക്സിജൻ എല്ലാ ജീവജാലങ്ങളുടെയും ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. 2 കാര്യമുള്ള എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു, ഓക്സിജനെ തന്നിട്ട് എല്ലാവരും സഹായിക്കുന്നു, പിന്നെ ആഹാരം നിർമ്മിക്കുന്നു. ഇത് 3ആണ് എന്ത്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സസ്യങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പോഷകം എന്തൊക്കെയാണ്? ധാന്യകങ്ങൾ, കൊഴുപ്പ്, പ്രോട്ടീന്, വൈറ്റമിൻസ്, ധാതുക്കൾ, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നന്നായി നടക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം, ധാന്യകം എന്താണ്, അങ്ങനെയൊക്കെ പ്രോട്ടീൻ, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ വെറുതെ ഡെഫിനിഷൻസ് മാത്രം ഞാൻ പറയാം, അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ധാന്യകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആഹാരത്തിനുള്ള പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് ധാന്യകം. പഞ്ചസാരയുടെയോ അന്നജത്തിൻ്റെയോ സെല്ലുലോസിൻ്റെയോ രൂപത്തിലായിരിക്കാം ധാന്യകങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പഞ്ചസാര കഴിക്കുമ്പോൾ എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്നാണ് പറയണത്. പഞ്ചസാര എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അരി കഴിക്കുന്നു, ചോറ് കഴിക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ എന്താണ് ധാന്യകം എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ ശരീരത്തിലെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ്. ഇനി കൊഴുപ്പ് എന്താന്ന് നോക്കാം. കൂടുതൽ ഊർജ്ജം നൽകി ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കുന്നതാണ് എന്ത്? കൊഴുപ്പ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ സംവഹനത്തിന് കൊഴുപ്പ് സഹായിക്കുന്നു. ചില കൊഴുപ്പുകളുടെ സാധാരണ സ്രോതസ്സുകളാണ് ഭക്ഷ്യ എണ്ണകൾ, നെയ്യ്, വെണ്ണ, മാംസം, നിലക്കടല, പരിപ്പ്. അപ്പം നല്ല കൊഴുപ്പുണ്ട്, ചീത്ത കൊഴുപ്പുണ്ട് കേട്ടോ. 1 ഗ്രാം കൊഴുപ്പ് പൂർണ്ണമായും ഓക്സീകരിക്കപ്പെട്ടാൽ 37 കിലോ ജൂള് ഊർജം ശരീരത്തിന് ലഭിക്കുന്നു. അപ്പോൾ കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു നമുക്ക് ഊർജ്ജ സ്രോതസ്സാണ്, നമുക്ക് വേണ്ട മറ്റൊരു ഊർജ്ജ സ്രോതസ്സാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീൻ, പാൽ, മുട്ട, പരിപ്പ് എന്നിവയിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ലഭിക്കുന്നത്. ശരീര ടിഷ്യൂകളുടെ വളർച്ചയാണ് പ്രോട്ടീനുകളുടെ പ്രധാന ധർമ്മം. നമ്മുടെ കോശങ്ങളുടെ നല്ല വളർച്ചയ്ക്കാണ് നമ്മൾ പ്രോട്ടീനുകൾ കഴിക്കുന്നത്. ഇനി വൈറ്റമിൻ, ശരീരത്തിൻ്റെ സാധാരണ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും വൈറ്റമിനുകൾ ആവശ്യമാണ്. വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസ് ആവശ്യമുള്ളൂ. ഇനി ഏതെങ്കിലും വൈറ്റമിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖവും വരാം. ഇപ്പം എന്താണ്? ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞു, നമുക്ക് അനീമിയ വരാം, അല്ലെ, വിളർച്ച വരാം. ഇനി ധാതുക്കൾ, ശരീരത്തിന് വളരെ ചുരുങ്ങിയ അളവിൽ തന്നെയാണ് എന്തോ ആവശ്യമുള്ളൂ? ധാതുക്കളെയും ആവശ്യമുള്ളൂ. ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, പൊട്ടാസ്യം, അങ്ങനെയൊക്കെ എന്താണ്? ധാതുക്കൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എന്താണ്? വൈറ്റമിൻ എ കുറഞ്ഞപ്പോൾ നിശാന്തത വന്നു, അതുപോലെ കേട്ടോ. അതുപോലെ തന്നെ ധാതുക്കളും അങ്ങനെ തന്നെയാണ്. ധാതുക്കളുടെ അഭാവം മൂലം നമുക്ക് അസുഖങ്ങൾ വരാം. അവിടെയാണ് എന്ത് പറഞ്ഞത്? അനീമിയയുടെ കേസ് കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഓരോ വൈറ്റമിൻസുകൾ, ഏതൊക്കെ വൈറ്റമിൻസ് ഉള്ളത്? എ, ഡി, ഇ, കെ, എ, ബി, സി, ഡി, ഇ, കെ, അത്രയും വൈറ്റമിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ വൈറ്റമിനുകളും അതിൻ്റെ ധർമ്മങ്ങളും, അതേപോലെ തന്നെ അത് ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് കിട്ടുക, അതിൻ്റെ അപര്യാപ്തത, രോഗങ്ങൾ, അങ്ങനെ ഒരു ടേബിൾ കാണാം. അത് വായിച്ച് നോക്കണം, പഠിക്കണം. കാരണം 1 വേർഡായിട്ടും അല്ലാണ്ടൊക്കെ ചോദിക്കാം. വൈറ്റമിൻ എ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? പാല്, ക്യാരറ്റ്, തക്കാളി, മുട്ട, അതിൽ നിന്നൊക്കെയാണ് കിട്ടുക. കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണെന്ത്? നിശാന്തത. നിശാന്തത എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇനി B1 തൈമിൻ, വേറെ വൈറ്റമിനാണ്. പാല്, പയറ്, ധാന്യങ്ങൾ, പച്ചക്കറികൾ, മാംസത്തിൽ നിന്നൊക്കെയാണ് കിട്ടുക. വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ബെറി. അതായത് നമ്മുടെ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ വൈറ്റമിൻസിൻ്റെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ ഓരോ വൈറ്റമിനും അതിൻ്റെ അപര്യാപ്തതയും കൂടെ മാത്രം പറയാം കേട്ടോ. ഇനി B12 റൈബോഫ്ലാവിൻ, അതിൻ്റെ കുറവ് മൂലമുണ്ടാവുന്നതാണ് അനീമിയ, രക്തത്തിലുള്ള
രക്തകോശങ്ങളുടെ അരുണ രക്താണുക്കളുടെ കുറവുണ്ടാവുക അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടാവുന്നതാണ് അനീമിയ. ഇനി വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. നമ്മുടെ മോണകളിൽ വീക്കവും രക്തസ്രാവവും ഒക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഡി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. അതായത് കുട്ടികളുടെ എല്ലിനെ ബാധിക്കുകയും അംഗവൈകല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖം, എല്ലുകൾക്ക് വളർച്ചയും ഒക്കെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ്. ഇനി വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം എന്താണ് നമ്മുടെ ഉൽപാദനക്ഷമതയെ അത് ബാധിക്കുന്നു. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് മുറിവുകളിൽ നിന്ന് രക്തം നിൽക്കാതെ വരിക. മുറിവുണ്ടായാലും എന്താണ് രക്തം നിൽക്കില്ല, അത് വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് പഠിക്കുക. ഇനി എന്താണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ എല്ലാവരും ധാന്യകങ്ങളും പ്രോട്ടീനും കൊഴുപ്പും വൈറ്റമിൻസും ധാതുക്കളും എല്ലാം എന്താണ് അത് ആവശ്യമുള്ള എത്ര വേണമോ അത്രയും അവസ്ഥയിൽ ഉള്ള ആഹാരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ നമ്മളിപ്പോൾ വൈറ്റമിൻസ് പറഞ്ഞില്ലേ, അതേപോലെ ധാതുക്കൾ, ഓരോ ധാതുക്കൾ അത് എവിടെ നിന്ന് കിട്ടുന്നു, അതിൻ്റെ ധർമ്മം എന്താണെന്നൊരു ടേബിളും കൂടി കാണാം, അതും കൂടി ഒന്ന് വായിച്ചു വയ്ക്കാം. ഇനി എന്താണ് ദഹനം എന്ന് പറയുന്നത്? ദഹനം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നു. അത് വെച്ചിട്ട് ശരീരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ദഹനം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്നു, കഴിച്ച ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നു, അത് വെച്ചിട്ട് എന്താണ് ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇനി ഒരു ദഹനം നടക്കണമെങ്കിൽ അതിൽ വിവിധ തരത്തിലുള്ള രാസാഗ്നികൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വായിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഭക്ഷണം ആദ്യം എത്തുന്നത് എവിടെയാണ്? വായിലാണ്. വായിൽ ഉമിനീരുമായിട്ടാണ് അത് കലരുന്നത്. ഉമിനീരിൽ പലതരത്തിലുള്ള രാസാഗ്നികൾ എൻസൈംസ് ഉണ്ട്. സലൈവറി അമിലേസ്, അതേപോലെ തന്നെ സലൈവറി അമിലേസ്, അങ്ങനെയുള്ള എൻസൈമുകൾ ഉണ്ട്. അവരുടെ പേരൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി അത് ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ആമാശയരസത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ ട്രിപ്പെപ്സിൻ, അങ്ങനെയുള്ള എൻസൈമുകൾ വേറെയുണ്ട്. പിന്നെ ചെറുകുടലെത്തിക്കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ഒരുപാട് എൻസൈമുകളുണ്ട്. അപ്പം എന്താണ് ഇവിടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ചിട്ട് അതിലുള്ള ഘടകങ്ങളെ വിഘടിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു ചിക്കൻ കഴിക്കുന്നു. നമ്മൾ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ചിക്കൻ കഴിക്കുന്നത്? ചിക്കനിലുള്ള പ്രോട്ടീന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ആ പ്രോട്ടീനെ മാത്രം വേർതിരിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുക, അതാണ് രാസാഗ്നികളുടെ ധർമ്മം. അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് ദഹനത്തിൻ്റെ ആദ്യത്തെ പടി. അത് സഹായിക്കുന്നതാണ് രാസാഗ്നികൾ ചെയ്യുന്നത്. എന്നിട്ട് ദഹനം പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? നമ്മൾ ദഹിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള വസ്തുക്കളെ അവർ നമ്മുടെ വിസർജ്യങ്ങളാണ്, അതിനെ പുറന്തള്ളുകയും വേണം. ഇനി ഇതുപോലെ തന്നെ കുറച്ച് അപര്യാപ്തത രോഗങ്ങളും കൂടി ഉണ്ട്. മരാസ്മസ് എന്ന് പറയുന്നത് മുലപ്പാൽ കുടിക്കാതെ വളരുന്ന കുട്ടികൾക്ക് വരുന്ന അസുഖമാണ് മരാസ്മസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പേശികൾ ക്ഷയിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുക, ശരീരത്തിലെ ത്വക്കിന് മടക്കുകൾ ഉണ്ടാവുക, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന വാരിയെല്ലുകൾ, ശരീര വളർച്ചയുടെയും വികാസത്തിൻ്റെയും വേഗത കുറയുക. ഇതൊക്കെയാണ് മരാസ്മസിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ ബാധിക്കുന്ന അസുഖമാണ്. പ്രോട്ടീന് കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ക്വാഷിയോർക്കർ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നതിനാൽ ലിവർ വലുതാകുന്നു, ത്വക്ക് ഇരുണ്ട നിറമാവുകയും ശൽക്കങ്ങൾ രൂപപ്പെടുകയും, ശൽക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതമ്പൽ പോലെ ഉണ്ടാവുകയും ചെയ്യുന്നു, മുടി ചുവപ്പ് കലർന്ന തവിട്ട് നിറമാകുന്നു, കാലുകൾ നേർത്തതാകുന്നു, ശാരീരിക മാനസിക ആരോഗ്യം ഉരടിക്കുന്നു. ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി വളർന്ന് ഇങ്ങനെ കഴുത്തിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ കാണാം. വിളർച്ച എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അസുഖമാണ്. ഇതൊക്കെയാണ് നമുക്ക് ദഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സംവഹനത്തിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. സംവഹനം എന്ന് പറയുമ്പോൾ എന്താണ്?
ശരീരത്തിൽ മൊത്തത്തിലുള്ള വ്യാപനം അല്ലെങ്കിൽ എന്താണ് പദാർത്ഥങ്ങളുടെ വ്യാപനം, അതാണ് എന്ത് സംവഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംവഹനം സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യത്യാസമാണ്. സസ്യങ്ങളുടെ കേസാണെങ്കിൽ എന്താണ്, സംവഹനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സൈലവും ഫ്ലോയവും. സൈലം എന്ന് പറയുന്നത് എന്താ, വേരുകളിൽ നിന്ന് ജലം, മണ്ണിലുള്ള ജലം വേരുകളിലൂടെ എന്താണ് വലിച്ചെടുത്തിട്ട് ഇലകളിൽ എത്തിക്കാനുള്ള കുഴലുകൾ, അതിനെയാണെന്ന് പറയുക സൈലം എന്ന് പറയുന്നത്. സൈലം എന്ന് പറയുന്നത് ജലവും ലവണങ്ങളും വഹിച്ചു കൊണ്ട് പോകുന്ന കുഴലുകളാണ്. എവിടെ നിന്ന് എവിടേക്കാണ്, സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് ഇലകളിലേക്കാണ്. ഇനി ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്, ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരത്തിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ അവരെങ്ങോട്ടും പോകുന്നുണ്ട്, ഇലകളിൽ നിന്ന് വേരുകളിലേക്കും പോകുന്നുണ്ട്. ഇനി പദാർത്ഥ സംവഹനത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന ഈ രണ്ട് സൈലം ഫ്ലോയം, ഇത് രണ്ടിനും ചേർത്ത് പറയുന്ന പേരാണ് എന്ത്, വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ എന്ന് പറയും. കാരണം എന്താണ്, ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, ഈ പദാർത്ഥത്തിൻ്റെ സംവഹനമാണ്. ഇനി മനുഷ്യരിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, രക്തമാണ് മെയിനായിട്ട് ഈ കാര്യം ചെയ്യുന്നത്. രക്തം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിരന്തരം എന്താണ്, രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒഴുകുന്നത്, ഒരു ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒഴുകുന്നത്. അപ്പോൾ പദാർത്ഥ സംവഹനത്തിന് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് എന്താണ്, ഹൃദയമാണ്. ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് എവിടെയാ, നമ്മുടെ ഔരസാശയത്തിൽ, ഔരസാശയം എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ ഭാഗമാണ്. ഔരസാശയത്തിൽ രണ്ട് ശ്വാസകോശങ്ങൾക്കിടയിൽ അല്പം ഇടത്തോട്ട് നീങ്ങിയിട്ടാണ് എന്തിരിക്കുന്നത്, ഹൃദയം ഇരിക്കുന്നത്. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണുള്ളത്. നമ്മൾ ജനിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന കാലം മുതൽ നമ്മൾ മരിക്കുന്ന കാലം വരെ എന്താണ്, വിശ്രമമില്ലാതെ ഹാർട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്രമമില്ലാത്ത പേശികളാണ് ഹൃദയ പേശികൾ. പിന്നെ ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരികാർഡിയം. ഇനി ആ ആവരണത്തിൻ്റെ ഇടയിൽ എന്താണ്, ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിൻ്റെ പേരാണ്, അത് ഹൃദയത്തിനും ഈ ആവരണത്തിനും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിൻ്റെ പേരാണ് പെരികാർഡിയൽ ദ്രവം. അപ്പോൾ അതെന്താണ് അതിന് ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ഇങ്ങനെ എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമൂലം ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇതാണ് ഹൃദയത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഹൃദയം എന്ത് ചെയ്യുക, ഇടിക്കുന്നത്. ഇനി ഹൃദയത്തിൻ്റെ അറകൾ, 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. മുകളിലത്തെ അറകൾ എന്ന് പറയും ഓറിക്കിളുകൾ അല്ലെങ്കിൽ ഏട്രിയം എന്ന് പറയും. താഴെയുള്ള അറകൾ എന്ന് പറയും വെൻട്രിക്കിൾ എന്ന് പറയും. ഹൃദയത്തിന് 4 അറകളുണ്ട്. മുകളിലത്തെ അറയാണ് ഓറിക്കിൾ അല്ലെങ്കിൽ ഏട്രിയം, താഴത്തെ അറയാണ് വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നത്. 2 സൈഡ് ഉണ്ട് അല്ലേ, റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. അപ്പോൾ റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. അല്ലെങ്കിൽ ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ. ഇനി എന്തൊക്കെയാണ് ഹൃദയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഹൃദയത്തിൻ്റെ എല്ലാ അറകളും സങ്കോചിക്കുന്നതിനെയാണെന്ന് പറയുക, സിസ്റ്റോളി എന്ന് പറയാം. ഹൃദയത്തിൻ്റെ എല്ലാ അറകളും സങ്കോചിക്കുന്നതിന് സിസ്റ്റോളി എന്ന് പറയും. റിലാക്സ് ചെയ്യുന്നതിന്, പൂർവസ്ഥിതി പ്രാപിക്കുന്നതിന് പറയുന്ന പേരാണ് ഡയാസ്റ്റോളി. സങ്കോചിക്കുന്നത് സിസ്റ്റോളി, ഇത് എന്താണ് പൂർവസ്ഥിതി പ്രാപിക്കുന്നത് ഡയാസ്റ്റോളി. ഒരു സിസ്റ്റോളിയും ഒരു ഡയാസ്റ്റോളിയും കൂടിയതാണ് എന്ത്, ഒരു ഹൃദയസ്പന്ദനം. ഒരു സിസ്റ്റോളിയും ഒരു ഡയാസ്റ്റോളിയും കൂടിയതാണ് ഒരു ഹൃദയസ്പന്ദനം. അതിന് 0.8 സെക്കൻഡാണ് ആവശ്യമുള്ളത്. 0.8 സെക്കൻഡാണ് ആവശ്യമുള്ളത്. ഇങ്ങനെ സിസ്റ്റോളിയും ഡയാസ്റ്റോളിയും നടക്കുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ അറകളിൽ, അവരുടെ ഭിത്തികളിൽ എന്താണ്, ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കുന്ന BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ അറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് എന്ത്, ഡയാസ്റ്റോളിക് പ്രഷർ. അതായത് ഡയാസ്റ്റോളി നടക്കുമ്പോഴുള്ള പ്രഷർ ഡയാസ്റ്റോളിക് പ്രഷർ. ഇനി സിസ്റ്റോളിക് പ്രഷർ, സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് എന്ത്, സിസ്റ്റോളിക് പ്രഷർ. ഇനി
പൂർവസ്ഥിതി പ്രാപിക്കുമ്പോൾ വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് ഡയാസ്റ്റോളിക് പ്രഷർ. ഡയാസ്റ്റോളി നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് ഡയാസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളി നടക്കുമ്പോഴത് സിസ്റ്റോളിക് പ്രഷർ, ഡയാസ്റ്റോളി നടക്കുമ്പോഴത് ഡയാസ്റ്റോളിക് പ്രഷർ. ഇത് രണ്ടും കൂടിയതാണ് എന്ത്? ബ്ലഡ് പ്രഷർ. നോർമൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 ആണ്. 120/80 ആണ്. 120 സിസ്റ്റോളിക് പ്രഷറും 80 ഡയാസ്റ്റോളിക് പ്രഷറുമാണ്. അടുത്താണ് രക്തം. രക്തം കൂടി രക്തമാണ് ഈ പമ്പ് ചെയ്യുന്നത്. രക്തം എന്ന് പറയുമ്പോൾ രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. രക്തത്തിൻ്റെ ഘടകങ്ങളാണ്, രക്തകോശങ്ങളാണ് ഇതൊക്കെ. RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ, WBC അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സുകൾ. അപ്പോൾ RBC എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് മർമ്മം ഉണ്ടാവില്ല. WBCക്ക് മർമ്മമുണ്ട്. RBCക്ക് വർണ്ണകമുണ്ട്. ആ വർണ്ണകമാണ് എന്ത്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പോൾ RBCയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ മെയിനായിട്ട് ചെയ്യുന്നത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനമാണ്. അപ്പോൾ RBCയുടെ ധർമ്മം എന്ന് പറയുന്നത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനമാണ്. WBC എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധത്തിലാണ് അവർ സഹായിക്കുന്നത്, രോഗപ്രതിരോധത്തിലാണ് അവർ നിൽക്കുന്നത്. ഇനി പ്ലേറ്റ്ലെറ്റ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാനമായും നമ്മളെ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സുകളാണ്. ഇതൊക്കെയാണ് രക്തത്തിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ആകെ 4 രക്തഗ്രൂപ്പുകളാണുള്ളത്. AB, O അങ്ങനെ 4 രക്തഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ഓരോ രക്തഗ്രൂപ്പിനും ഓരോ ആൻറ്റിജൻ ഉണ്ടായിരിക്കും. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ആൻറ്റിബോഡിയും ഉണ്ടായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആ രക്തം ആർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ രക്തഗ്രൂപ്പുള്ള ആൾ ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത്. A എന്ന് പറയുന്ന രക്തഗ്രൂപ്പുള്ള ആളുടെ രക്തത്തിലുണ്ടാവുന്ന ആൻറ്റിജൻ A ആൻറ്റിജൻ ആണ്. B ആണെങ്കിൽ B ആൻറ്റിജൻ ആണ്. AB ആണെങ്കിലോ Aയുണ്ട് Bയുണ്ട്. ഇനി O ഉള്ള ആൾക്ക് ആൻറ്റിജനുകൾ ഉണ്ടാവില്ല. O 0. A ആണെങ്കിൽ A ആൻറ്റിജൻ, B ആണെങ്കിൽ B ആൻറ്റിജൻ, AB ആണെങ്കിൽ Aയും Bയും ആൻറ്റിജൻ. O ആണെങ്കിൽ ആൻറ്റിജൻ ഇല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റിബോഡി വരുന്നത്. A ഉള്ള ആളുടെ ആൻറ്റിബോഡി B ആണ്. B ഉള്ള ആളുടെ ആൻറ്റിബോഡി A ആണ്. AB ഉള്ള ആൾക്ക് ആൻറ്റിബോഡി ഇല്ല. AB ഉള്ള ആൾക്ക് ആൻറ്റിബോഡികൾ ഉണ്ടാവില്ല. O ഉള്ള ആൾക്കോ Aയും Bയും ആൻറ്റിബോഡികളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ആൻറ്റിജൻ എന്ന് പറയുന്നത് അതേ പേര് തന്നെ, ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്. അപ്പോൾ A രക്തഗ്രൂപ്പുള്ള ആൾക്ക് A ഉള്ള ആൾക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അവർ സെയിമാണ്. AB ഉള്ള ആൾക്കും എന്ത് ചെയ്യാം? രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ? അവിടെ ആൻറ്റിബോഡി ഇല്ല, അതുകൊണ്ട് രക്തം കട്ട പിടിക്കില്ല. ABക്ക് ആൻറ്റിബോഡി ഇല്ലാത്തത് കൊണ്ട് രക്തം കട്ട പിടിക്കില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? Aക്കും ABക്കും രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റും. B ആണെങ്കിലോ Bക്ക് Aക്കും പറ്റും, Bക്കും രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റും. ABക്ക് ആണെങ്കിലോ അവർക്ക് ABക്ക് മാത്രമാണ് ദാനം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താണ്? ബാക്കിയുള്ളവരുള്ള ആൻറ്റിബോഡികളായിട്ട് ഇത് ക്ലോട്ട് ഉണ്ടാക്കും, രക്തക്കട്ടകൾ രൂപപ്പെടും. അപ്പോൾ ABക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്. O ആണെങ്കിലോ അവർക്ക് ആൻറ്റിജനുകളെ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റും. ഇനി A ഉള്ള ആൾക്ക് Aയുടെ അടുത്ത് നിന്ന് സ്വീകരിക്കാം, പിന്നെ Oയുടെ അടുത്ത് നിന്ന് സ്വീകരിക്കാം. Bയോ ABയോ പറ്റില്ല. കാരണം എന്താ? അവരുടെ ആൻറ്റിജനായിട്ട് അവരുടെ ആൻറ്റിബോഡികൾ ക്ലോട്ട് ഉണ്ടാക്കും. അപ്പോൾ Aക്ക് സ്വീകരിക്കാവുന്നത് ആർക്കാണ്? Aയുടെ അടുത്ത് നിന്നും Oയുടെ അടുത്ത് നിന്നും സ്വീകരിക്കാം. B ആണെങ്കിലോ Bയുടെ നിന്ന് സ്വീകരിക്കാം, O ഗ്രൂപ്പുള്ളവരെ സ്വീകരിക്കാം. ABക്ക് ആൻറ്റിബോഡികളെ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കാം. Oക്ക് ആണെങ്കിലോ 2 ആൻറ്റിബോഡി ഉള്ളത് കൊണ്ട് O എന്ന് പറയുന്ന രക്തഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്. ഇനി RH എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് രക്തത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നിശ്ചയിക്കുന്നത്. RH ഫാക്ടറാണ് രക്തം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്നത്. RH ഗ്രൂപ്പുള്ള രക്തമാണ് പോസിറ്റീവ് ഗ്രൂപ്പുകൾ. RH ഫാക്ടർ ഇല്ലാത്തതാണ് എന്ത്? നെഗറ്റീവ് ഗ്രൂപ്പുകൾ. ഇതാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണ്. ഒന്ന് ഹൃദയസ്തംഭനം. ഹൃദയത്തിൻ്റെ ധമനികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? ആ രക്തം പമ്പ് ചെയ്യാൻ
ബുദ്ധിമുട്ടുണ്ടാവും, പ്രഷർ കൂടും, ആ രക്തധമനികൾ ശക്തമായിട്ട് പമ്പ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. അതാണ് ഹൃദയസ്പന്ദനം. പിന്നെ അനീമിയ എന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ. ലുക്കീമിയ എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന അസുഖമാണ്. ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന അസുഖമാണ്. പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന അസുഖങ്ങൾ. നോർമൽ രക്തസമ്മർദ്ദം എത്രയാണ്? 120/80 ആണ്. അതിനേക്കാളും കൂടുതൽ അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ഇനി നമുക്ക് ശ്വസനത്തിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ശ്വസനം എന്ന് പറയുന്നത് നമ്മളെന്താണ് നോർമലി നമ്മൾ ശ്വസിക്കുക, അതായത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്ന പ്രക്രിയയാണ്. അതേപോലെ കോശ ശ്വസനം എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സാധാരണ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനത്തിനെ കുറിച്ച് നോക്കാം. ശ്വസനം എന്താണ്? ഉച്ഛ്വാസവും നിശ്വാസവും കൂടിയതാണ് ശ്വസനം എന്ന് പറയുന്നത്. ഉച്ഛ്വാസം എന്ന് പറയുന്നത് വായുവിനെ അകത്തേക്ക് എടുക്കുന്ന പ്രക്രിയയാണ്. നിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ്. ഇനി നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ലങ്സ് ആണ്, അല്ലെങ്കിൽ ശ്വാസകോശങ്ങളാണ്. ശ്വാസകോശങ്ങളിൽ കാണപ്പെടുന്ന വായു അറകളിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ മാറി വരുന്നത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ എടുക്കുന്ന വായുവിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. ഈ വായു എന്താണ്? മൂക്കിലൂടെ നമ്മുടെ ശ്വാസനാളത്തിൽ കൂടെ ലങ്സിലുള്ള അല്ലെങ്കിൽ ശ്വാസകോശത്തിലുള്ള വായു അറകളിൽ എത്തപ്പെടും. അപ്പോൾ വായു അറകളുടെ അകത്തിരിക്കുന്ന വായുവിന് എന്താ പ്രത്യേകത? ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ളതാണ്. ഇനി കോശ ശ്വസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിജൻ ഇതുപോലെ വലിച്ചു കഴിഞ്ഞിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വായു അറകൾക്ക് പുറത്തുള്ള രക്തക്കുഴലുകളിലുള്ള ഹീമോഗ്ലോബിൻ ഈ ഓക്സിജനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴി വലിച്ചെടുത്തിട്ട് വിവിധ കോശങ്ങളിൽ എത്തുന്നുണ്ട്. ആ കോശങ്ങളിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ഓക്സിജനെ കോശങ്ങൾക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ഹീമോഗ്ലോബിൻ സ്വീകരിക്കും. എന്നിട്ട് ഇവർ വീണ്ടും രക്തം വഴി വായു അറകളുടെ അവിടെ വന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കും. ഇതേ ഡിഫ്യൂഷൻ പ്രക്രിയ വഴി കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഈ വായു അറകളുടെ അകത്തേക്ക് കയറും. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്ന വായുവിൽ കൂടെ പുറത്തു പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഹൃദയം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷനാണ് ചെയ്യുന്നത്. രക്തത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റിയിട്ട് അവിടെ ഓക്സിജനെ കൊടുക്കാം. ശുദ്ധരക്തം അശുദ്ധരക്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ളതാണ് എന്ത്? ശുദ്ധരക്തം. അശുദ്ധരക്തം ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ളതാണ് ശുദ്ധരക്തം. ഓക്സിജൻ കൂടുതലാണെങ്കിൽ എന്താണ്? ശുദ്ധരക്തമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ അശുദ്ധ രക്തമാണ്. അപ്പം ഇതാണ് നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത്. ഇനി വിസർജനം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ച് പുറത്തു പോകുന്ന ആ വിസർജ്യം മാത്രമല്ല, നമ്മുടെ ത്വക്കിലൂടെ പോകുന്ന വിയർപ്പ് തുള്ളികളിൽ എന്തുണ്ട്? ശരീരത്തിലുള്ള അഴുക്കുകളുണ്ട്. നമ്മുടെ വൃക്കകൾ, കരൾ, ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വിസർജന പ്രക്രിയകളുടെ ഭാഗമാണ്. മൂത്രം അരിച്ചു മാറ്റുന്നത് എവിടെയാണ്? വൃക്കകളിൽ കൂടിയാണ്. കരളിൽ വെച്ചിട്ടാണ് ഏറ്റവും ഹാനികരമായിട്ടുള്ള അമോണിയനെ, യൂറിയ എന്നുള്ള അമോണിയനൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ വീര്യം കുറഞ്ഞ രൂപത്തിലേക്കൊക്കെ മാറ്റുന്നത്. അങ്ങനെ കരളിൽ നിന്നൊക്കെ വരുന്നത് എന്ത് ചെയ്യാണ്? വൃക്കകളിലൂടെ മൂത്രം വഴി പുറത്തേക്ക് പോവാണ്. ത്വക്കിലൂടെ വിയർപ്പ് തുള്ളികൾ വഴി അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ വഴി നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളെ പുറന്തള്ളുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ളത് ആ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ടും പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ വിസർജന അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയണം? വൃക്ക പറയണം, കരൾ പറയണം, ത്വക്ക് പറയണം, അതും കൂടെ ചേർത്ത് പറയണം. ഇനി ഡയാലിസിസ് എന്ന് പറയാം. ഡയാലിസിസ് എന്ന് പറയുന്നത് 2 വൃക്കകളും തകരാറിലാകുന്ന ആളുകൾക്ക് അവരുടെ രക്തത്തിന് ശുദ്ധീകരിക്കാനായിട്ടുള്ള സ്വയം കഴിവില്ല. അങ്ങനെയുള്ളവർ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത് ഡയാലൈസറാണ്. അത് ഉപയോഗിച്ചിട്ട് അവരുടെ രക്തം ശുദ്ധീകരിച്ച് നൽകുക. എന്താണ് ശുദ്ധീകരിച്ച് നൽകുന്നത്?
അവിടെ രക്തത്തിലുള്ള യൂറിയയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടാത്തത്. അതിനെ മുഴുവനും മാറ്റിയിട്ട് രക്തത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ കുറച്ചധികം അങ്ങോട്ട് വലിയ ചാപ്റ്ററാണ്, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. കാരണം 3-4 പ്രക്രിയകൾ ഒറ്റയടിക്ക് ഒരു ചാപ്റ്ററിൽ ചെറുതാക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. താങ്ക് യു.